എന്ത് പറയണം, ഇത് ഇപ്പോൾ എല്ലാ ദിവസവും ഓരോന്നുണ്ടാക്കി പറയുന്ന ഒരു കാര്യമല്ലേ. ഞാൻ ആദ്യം മുതൽ പറഞ്ഞ ആണല്ലോ, ഇവര് എത്ര കൊല്ലമായി MLA ആണ്. പക്ഷേ MLA ആയി കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു എന്ന് പറയാൻ കഴിയാത്ത ഒരു സന്ദർഭത്തിൽ ഓരോന്നുണ്ടാക്കി പറഞ്ഞു. അങ്ങനെ തെളിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസിനോട് പറയണ്ടേ. ഇത് നോക്കൂ, ഒരു പൊട്ടത്തരത്തിന്റെ രാഷ്ട്രീയമാണ്, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന രാഷ്ട്രീയമാണ്. ഒരു നിലവിലൊരു MLA മന്ത്രി ഇന്ന് പറയേണ്ടത് എന്താണ്? ജനങ്ങൾ എനിക്ക് അവസരം തന്നപ്പോൾ ഞാൻ ഇതെല്ലാം ചെയ്തു, ഇനി വരാൻ പോകുന്ന കാലത്തിൽ ഇത് ചെയ്യാൻ പോകുന്നു എന്നാണ് പറയേണ്ടത്. ഇതാണ് ജനാധിപത്യം, ഇതാണ് ഡെമോക്രസി. പക്ഷെ ഓരോന്നിങ്ങനെ പറയാ, ഇത് കോൺഗ്രസും CPM-ന്റെ ഒരു രീതിയായി, അവരൊരു തന്ത്രമായിട്ട് മാറിയിരിക്കുകയാണ്. എനിക്കിതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല. ഒറ്റ വാക്ക് മാത്രം പറയാനുള്ളത്, ഇപ്പോ നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് 2 സെക്കൻഡ് ആലോചിച്ചാൽ ഏറ്റവും കൂടുതൽ ബാർ ലൈസൻസ് കൊടുത്തത് ഏത് സർക്കാരാണ്? ഈ നാടിന് ഈ ലിക്കർ റവന്യൂസ് മാത്രം കിട്ടി നടത്തുന്ന സർക്കാർ ആരാണ്? ഏത് സർക്കാരാണ്? നിങ്ങളൊന്ന് ആലോചിക്കണം. ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് വികസിത കേരളം, വികസിത നിയമം എന്നൊരു പോസിറ്റീവ് അജണ്ടയായിട്ടാണ് ഞങ്ങൾ ജനങ്ങൾക്ക് പോയി കാണുന്നത്, ജനങ്ങളെ പോയി സമ്പർക്കം ചെയ്യുന്നത്. ഇതിനെല്ലാം കമ്പീറ്റ് ചെയ്യാവുന്ന സ്ഥിതിയിൽ CPM-ഉം കോൺഗ്രസ് അവർ തന്നെ മനസ്സിലാക്കുമ്പോൾ ഓരോരോ വിവാദങ്ങൾ, ഓരോ ദിവസം ഓരോരോ വിവാദങ്ങൾ, പുതിയ വിവാദങ്ങൾ. ഇനിയിപ്പോൾ നാളെയും അവരെന്തെങ്കിലും പറയും. ഇന്നലെ മിഞ്ഞാന്ന് ഡീലായിരുന്നു, ഇന്നലെ വേറെന്തോ ആയിരുന്നു, അതിന് മുമ്പ് മറ്റൊരു കാര്യമായിരുന്നു. ഇതല്ല ജനങ്ങളുടെ ആവശ്യം. ജനങ്ങളുടെ മുമ്പിൽ ഈ ജനാധിപത്യം എന്ന് ഈ ഒരു ഫെസ്റ്റിവൽ ഓഫ് ഡെമോക്രസി നമ്മൾ പങ്കെടുക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു, എന്ത് ചെയ്യാൻ പോകുന്നതാണ്, ഇതിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ഇത് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഓരോരോ വിവാദങ്ങളും സൃഷ്ടിക്കുക. കംപ്ലീറ്റ് നുണയാണ്, 100% നുണയാണ്. അല്ല, അത് പിടിച്ചിട്ടുണ്ടെങ്കിൽ എക്സൈസും ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടല്ലോ, നിയമപരമായ കാര്യങ്ങൾ ചെയ്യട്ടെ. ഈ ഇലക്ഷൻ കാലത്ത് ജനങ്ങൾക്ക് വോട്ടർമാർക്ക് മദ്യം കൊടുത്തു എന്ന് പറയുമ്പോൾ ബാർ ലൈസൻസ് ഏറ്റവും കൂടുതൽ കൊടുത്തത് ആരാണെന്ന് ചോദിക്കുന്നതിൽ എന്താണ് യുക്തി? അല്ല, അതൊരു കോറിലേഷൻ ഇല്ലേ? ഇവിടെ എല്ലാവരും ഈ ലിക്കറിൽ മുങ്ങി വെച്ചിരിക്കുന്നത് ഇവരല്ലേ, എന്നിട്ടാണ് മദ്യം എന്ന് പറഞ്ഞ് നടക്കുന്നത്. അതൊരു ലെജിറ്റിമേറ്റ് ഇഷ്യൂ. അത് ഞാൻ മുമ്പോട്ട് വെക്കുന്ന ഒരു ഇഷ്യൂ ആണ്. നിങ്ങൾ വേറെ നുണ പറയുമ്പോൾ ഞാനൊരു ഫാക്ട് മുമ്പോട്ട് വെക്കുമ്പോൾ എന്താണ് അതിന്റെ ഇഷ്യൂ? ഫാക്ട് അല്ലേ ഇത്? ഇത് സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ഇതിൽ എന്തെങ്കിലും ഉണ്ടോ? ഗ്യാപ്പ് എന്തെങ്കിലും ഉണ്ടോ? ഇത് സത്യമാണ്. ഈ ലിക്കർ എക്സൈസ് റവന്യൂ മാത്രം എടുത്ത് നടത്തുന്ന ഒരേ സർക്കാരാണ് കേരള സർക്കാർ. അത് ഞാൻ മുമ്പോട്ട് വെക്കുന്നു, അതൊരു ഫാക്റ്റാണ്. നിങ്ങൾ പറയുന്നത് ഓരോന്നും ഉണ്ടാക്കി പറയല്ലേ ഇവര് നിലവിൽ MLA. അപ്പൊ ഞാൻ ഈ വിവാദത്തിൽ കയറാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇപ്പോഴും ജനങ്ങളെ കാണുമ്പോൾ എന്താണ് പറയുന്നത്? നാടിനെ നന്നാക്കാനും നിയമത്തിനെ നന്നാക്കാനും നിയമത്തിന്റെ വികസനത്തെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുന്നു. ഞാനല്ലാതെ ഇത് തുടങ്ങുന്നത്. ഇത് തുടങ്ങുന്ന ആരാ? ഇവിടെ നിലവിൽ 10 കൊല്ലമായ MLA, മേയറായൊരു വ്യക്തി, മന്ത്രിയായൊരു വ്യക്തി, ഇലക്ഷന്റെ ഒരു ദിവസം മുമ്പ് ഇതാണോ വിവാദം? ഇതാണോ ചർച്ച ചെയ്യേണ്ടത്? ഞാൻ പണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അങ്ങനെ തെളിവുണ്ടെങ്കിൽ പോയി പോലീസിൽ ഫയൽ ചെയ്യട്ടെ കേസ്. എന്തിനാണ് ഈ നുണ പറഞ്ഞ് നടക്കുന്നത്? ഈ നുണ പറഞ്ഞിട്ടാണോ രാഷ്ട്രീയം ചെയ്യേണ്ടത്? മറ്റൊരു അലിഗേഷൻ വന്നിരിക്കുന്നത് തിരുമല ക്ഷേത്രത്തിൽ ബലിയുടെ വർഗീയത പറഞ്ഞ് വോട്ട് ചോദിച്ചതാണ്. ഇന്ന് രാവിലെ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഈ മുങ്ങുന്ന MLA-മാരും തോൽക്കാൻ പോകുന്ന MLA-മാരുടെ ഒരു ഡെസ്പറേഷന്റെ മറുപടി കൊടുക്കാനല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ജനങ്ങളെ കാണാനും ഞങ്ങളുടെ കൃത്യമായ കാഴ്ചപ്പാട് എന്താണ്, ഞങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് പറയാനാണ് വന്നിരിക്കുന്നത്. ഇവരുടെ ഓരോരോ പ്രശ്നങ്ങളും മറുപടി കൊടുക്കാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്.